Hi student, my name is Siddharth. I am from NIT Trichy CSE second year, BTech second year. ഞാനിന്നിവിടെ തെറ്റ് എന്ന ചാപ്റ്റർ ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ തെറ്റും അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതായത് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, റോസ്റ്റർ മെത്തേഡ് ഓർ തെറ്റ് ബിൽഡർ മെത്തേഡ്. അത് വെച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നമ്മൾ നിർത്തി. ഇനി നമുക്ക് എന്താണ് എംപ്റ്റി സെറ്റ് എന്നും പിന്നെ ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്നും പിന്നെ എന്താണ് ഈക്വൽ സെറ്റ് എന്നും പിന്നെ സെറ്റ് സബ്സെറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എംപ്റ്റി സെറ്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് അതിൽ ഒരു എലമെന്റും ഇല്ലെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എംപ്റ്റി സെറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ കാണാം എ എന്നൊരു സെറ്റ്. എ എന്ന സെറ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് എക്സ് one less than x less than 2. X is a natural number. Okay, x is a natural number. 1 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ ഏതാണ്? 2 ആണ്. സോ 1ന്റെയും 2ന്റെയും ഇടയിൽ വേറെ നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോ 1ന്റെയും 2ന്റെയും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. സോ എ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സെറ്റ് ആണ്. കാരണം എ എന്ന സെറ്റിൽ ഒരു എലമെന്റും ഇല്ല. എംപ്റ്റി സെറ്റിനെ നമുക്ക് 5 എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എംപ്റ്റി സെറ്റ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് സെറ്റിലേക്ക് പോവാം. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഉള്ള എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ എ എന്നൊരു സെറ്റ് 1 2 3 4 5. ഇതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് നമ്പർ ഓഫ് സെറ്റ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് n വെച്ചിട്ടാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒരു സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് 5 ആണ്. 1 2 3 4 5. ഈ നമ്പർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. സോ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇതുപോലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് എ ബി സി ഡി ഇ ജി, അതും ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. ഇനി എപ്പോഴാണ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റിലെ എലമെന്റ്സ് ഒരിക്കലും ഫൈനൈറ്റ് അല്ലാതിരിക്കും. അതായത് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്തിട്ടും ഒരിക്കലും തീരാത്ത സെറ്റിന് അത്രയും എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ലൈനിലെ, അതായത് നമ്മൾ ഒരു ലൈൻ എടുക്കുന്നു. ഓക്കെ, ഈ ലൈനിന്റെ ഇടയിലുള്ള പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അതായത് ഒരു ലൈനിന്റെ ഇടയിലുള്ള പോയിന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അത്രയും പോയിന്റ്സ് ഉണ്ടാവും. അപ്പോ പോയിന്റ്സ് ഓൺ എ ലൈൻ, ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്തത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഇവിടെ നമുക്കറിയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 അങ്ങനെ എത്ര 1,00,000 കഴിഞ്ഞ് 1,00,00,000 കഴിഞ്ഞ് 10 കോടി, അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. സോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നതും ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അതുപോലെ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നതും ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് എന്ന് പറയുന്നതും ഒരു ഓഡ് നാച്ചുറൽ അതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ 3 ഡോട്ട് ഇട്ട് റെപ്രസെന്റ് ചെയ്യാം.
ഓക്കെ. കാരണം ബാക്കി നമുക്ക് ഇങ്ങനെ എഴുതുന്നതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ഈ 3 സെറ്റും എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ. നമ്മള് എംപ്റ്റി സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും പഠിച്ചു. അതിൽ ചില എക്സാമ്പിൾസ് 2 മോർ എക്സാമ്പിൾസ് ഈ എൻസിഇആർടിയിൽ കൊടുത്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 2 0 എക്സ് ഈസ് എ റാഷണൽ നമ്പർ എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എക്സ് ഈസ് ഈക്വൽ ടു റാഷണൽ നമ്പർ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2 ആയിരിക്കും. നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ ആണ്. സോ ഈ സെറ്റ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണ്. ഓക്കെ. പിന്നെ അതിൽ 2-3 എക്സാമ്പിൾസും കൂടിയുണ്ട്. നിങ്ങൾ അത് സോൾവ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇൻഫൈനൈറ്റ് സെറ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതില് ഒരു എക്സാമ്പിൾ ഉണ്ട്. W be the set of days of week, then W is finite. നമുക്കറിയാം W എന്ന് പറയുന്നത് ഒരു വീക്കിലെ ഡേയ്സിലെ സെറ്റാണ്. ഒരു വീക്കിലെ ഡേയ്സ് 7 ഡേയ്സ് ആണ്. 7 ദിവസങ്ങളാണ് ഉള്ളത്. അതെന്താണ്? ഒരു ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. പിന്നെ എക്സ് സ്ക്വയർ മൈനസ് 16 ഈസ് ഈക്വൽ ടു 0. അതിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 2 സൊല്യൂഷൻ ആണല്ലോ. ഒന്ന് എക്സ് ഈസ് ഈക്വൽ ടു 4, എക്സ് ഈസ് ഈക്വൽ ടു -4. അപ്പൊ അതിലെ എലമെന്റ്സ് 2 സൊല്യൂഷൻ ആണ്. അതൊരു ഫൈനൈറ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോയിന്റ്സ് ഓൺ ലൈന് അതെന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ. പിന്നെ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈക്വൽ സെറ്റ് എന്താന്ന് പറയാം. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് എപ്പോഴാണ് നമ്മൾ ഈക്വൽ ആണെന്ന് പറയുക? 2 സെറ്റിനും ഒരേ എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ A is equal to B എന്ന് പറയും. അതായത് ഈക്വൽ ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ എയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 2 3 4, ബിയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 3 1 4 2. അത് ഓർഡർ മാറ്റി പറഞ്ഞു എന്നുള്ളൂ. 1 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്, 4 ഇവിടെയുണ്ട്. 2 സെറ്റിലെയും എലമെന്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതുകൊണ്ട് അത് എന്താണ്? ഈക്വൽ സെറ്റ് ആണ്. ഇതിൽ എൻസിഇആർടിയിൽ പിന്നെ 2-3 എക്സാമ്പിൾസ് ഉണ്ട്. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6 എന്ന് പറയുന്നത് 1 ഇല്ല 2 3 ആണ്. പിന്നെ സെറ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30. ഇവിടെ 5 കൂടി ഉണ്ട്. സെറ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30 എന്ന് പറയുന്നത് 2 3 5 ആണ്. ഈ 2 സെറ്റും ഈക്വൽ ആണ് അല്ലേ? അത് വേറെ ഒരു എക്സാമ്പിൾ. ഓക്കെ. പിന്നെ എൻസിഇആർടിയിൽ പറയുന്ന ഒരു കാര്യമാണ് സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്താൽ അതെന്താണ്? ഒരിക്കലും ഒരു സെറ്റിലെ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതരുത്. റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലും അത് ഒരു എലമെന്റ് സെയിം ആണ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സസൈസ് 1.2 ചെയ്യാം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് നൾ സെറ്റ് എന്നത് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം, ഞാൻ പറയാൻ മറന്നുപോയി, എംപ്റ്റി സെറ്റിനെ നമുക്ക് വേറെയും പേരുകളുണ്ട്. എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. ഇത് മൂന്നും ഒരേ പേരാണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 2. അതെന്താണ്? നൾ സെറ്റ് ആണ്. കാരണം 2നെ ഒരിക്കലും ഒരു ഓഡ് നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ. അത് നോട്ട് നൾ സെറ്റ്. എന്തുകൊണ്ട്? കാരണം 2ന് ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ഒരു ഈവൻ പ്രൈം നമ്പർ ആണ്. സോ അതൊരിക്കലും അതായത് 1 എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് അത് നള്ള് സെറ്റ് അല്ല. മൂന്നാമത്തത് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7.
അത് ഒരു നൾ സെറ്റ് ആണ്. കാരണം ഒരിക്കലും ഒരു സംഖ്യ ഒരിക്കലും 5-നേക്കാൾ ചെറുതും അതേസമയം 7-നേക്കാൾ വലുതും ആകൽ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. പിന്നെ നാലാമത്തത് y is a point common to parallel line. പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യാത്തതാണ്. സോ അവക്ക് ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല. സോ പാരലൽ ലൈൻസിന് നോ കോമൺ പോയിന്റ്. സോ സെറ്റ് നൾ. സോ ഈ സെറ്റ് നൾ സെറ്റ് ആണ്. കാരണം ഒരിക്കലും പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു പോയിന്റ് രണ്ട് ലൈനും കോമൺ ആയിട്ട് ഉണ്ടാവില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെ സെറ്റാണ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് എന്നത് കണ്ടുപിടിക്കാൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് ഇയർ. സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് ഇയർ എന്ന് പറയുന്നത് അതെന്താണ്? ഫൈനൈറ്റ് ആണ്. കാരണം അവിടെ 12 ഒരു ഇയറിൽ എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ഉണ്ട്. 12 മാസങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് അതെന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3 ഇങ്ങനെ ഡോട്ട് ഇട്ട് പോവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് ഡോട്ട് ഇട്ട് പോയാൽ അത് ഒരിക്കലും തീരുന്നില്ല, ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് അതെന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. 1, 2, 3 ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയിട്ട് 99, 100 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഈ ഡോട്ട് കണ്ടിട്ട് അത് ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കരുത്. അവസാനം ഇവിടെ 99, 100 ഇതെന്താണ് പറയുന്നത്? 1 to 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തത്. അതെന്താണ്? അപ്പൊ ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 100 എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും കറക്റ്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. എന്നിട്ട് ഇതൊരിക്കലും തെറ്റാൻ പാടില്ല. The set of positive integers greater than 100. 100-നേക്കാൾ വലുതായ പോസിറ്റീവ് ഇന്റീജേഴ്സിന്റെ സെറ്റ് അതെന്താണ്? 101, 102, 103 അങ്ങനെ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് ആ സെറ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെസ് ദാൻ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. അത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 to 99 നാച്ചുറൽ നമ്പർ ഫൈനൈറ്റ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിന്റെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സും എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. അത് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. സെയിം സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ദ സെറ്റ് ഓഫ് ലൈൻ വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയ ലൈൻസിന്റെ സെറ്റ് നമുക്കറിയാം. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെ വേണേലും ലൈൻസ് വരയ്ക്കാം. സോ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ലൈൻസ് ഉണ്ട്. സോ ഇൻഫൈനൈറ്റ് സെറ്റ് അതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണ്? സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എ, ബി, സി അങ്ങനെ Z വരെ പോകും. 26
ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഉള്ളത്. അതുകൊണ്ട് അതെന്താണ്, ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾ ആയ നമ്പേഴ്സിന്റെ സെറ്റ്. അതെന്താണ്? 5, 10. ഈ സെറ്റിലെ എലമെന്റ്സ് പറയും. 5, 10, 15, 20. അങ്ങനെ അതെന്താ, ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദ എർത്ത്. അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ, ഈ ലോകത്ത് ആനിമൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അത് ഇൻഫൈനൈറ്റ് ആയിരുന്നെങ്കിൽ എന്താ അതിന്റെ അർത്ഥം, ഈ ഭൂമി കാണുന്ന എല്ലാ ഏരിയയിലും ആനിമൽസ് ആണെന്നാണ്. അത് ഒരു സ്ഥലം പോലും എന്തുണ്ടാവില്ല, എംറ്റി ഉണ്ടാവില്ല. ഒരു സ്ഥലം വരെ എംറ്റി ആണെങ്കിൽ അതിനർത്ഥം ആ ഏരിയയിൽ ആനിമൽസ് ഇല്ല, അവിടെ ആനിമൽസ് കൗണ്ട് കഴിഞ്ഞു എന്നതാണ്. അപ്പൊ ആനിമൽസിന്റെ എണ്ണം എന്താ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ കാണുന്ന എല്ലാ സെറ്റും ആനിമൽസ് ആണ്. പക്ഷെ ഇത് കൗണ്ട് ഫൈനൈറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസിന്റെ എണ്ണം സെറ്റ്. അത് ഒരു സർക്കിളിന് ഒറിജിനിലൂടെ പോകാം, വേറൊരു വലിയ സർക്കിളിന് ഒറിജിനിലൂടെ പോകാം. പിന്നെ അങ്ങനെ ഒറിജിനിലൂടെ പോകുന്ന സർക്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. നമുക്ക് ഇങ്ങനെ സർക്കിൾ വലുതാക്കി ഇത് കൊണ്ടുപോകാം. അതുകൊണ്ട് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസിന്റെ എണ്ണം അത് ഇൻഫൈനൈറ്റ്. എത്ര വേണേലും നമുക്ക് എത്ര ടൈപ്പ് സർക്കിൾസ് വേണേലും ഒറിജിനിലൂടെ പാസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അതെന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ 1 എന്ന് പറയുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഈ രണ്ട് സെറ്റ് ഈക്വൽ ആണോ അല്ല എന്നത് കണ്ടുപിടിക്കാനാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 1ാമത്തെ ഇത് എന്ന് പറയുന്നത് സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എ, ബി, സി, ഡി. ഇതാണ് 1ാമത്തെ സെറ്റിലെ എലമെന്റ്സ്. 2ാമത്തെ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡി, സി, ബി, എ. ഇതാണ് 2ാമത്തെ സെറ്റിലെ എലമെന്റ്സ്. ഓക്കെ, ഡി, സി, ബി, എ. ഡി എന്ന് പറയുന്ന എലമെന്റ് ഇവിടെയുണ്ട്, എ എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിലുണ്ട്, ബി എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിലുണ്ട്, സി എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിലുണ്ട്. സോ 2 sets have same element. 2 സെറ്റിനും എന്താണ്, സെയിം എലമെന്റ്സ് ആണുള്ളത്. അതുകൊണ്ട് both sets are equal, i.e. A is equal to B. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അതില് എ എന്ന് പറയുന്നത് 4, 8, 12, 16. ബി എന്ന് പറയുന്നത് 8, 4, 16, 18. 4 ഇതിലുണ്ട്, 8 ഇതിലുണ്ട്, 12 ഇതിലുണ്ട്. പക്ഷെ ഇത് ഇവിടെ ഇല്ല. അപ്പൊ 12 എന്ന് പറയുന്ന എലമെന്റ് ബിലോങ്സ് ടു ഈസ് ആൻ എലമെന്റ് ഓഫ് എ, ബട്ട് 12 എന്ന് പറയുന്ന എലമെന്റ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. സോ അതെന്താ, എ ബിയും ഈക്വൽ അല്ല, എയും ബിയും ഈക്വൽ അല്ല. ഓക്കെ, ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഈ സിമ്പൽ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എന്ന സിമ്പൽ ആണ്. ഇത് അതായത് ഒരു എലമെന്റ് സെറ്റിലെ എലമെന്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സെറ്റിലെ എലമെന്റ് അല്ലെങ്കിൽ നോട്ട് ബിലോങ് ടു എന്ന സിമ്പൽ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു
2, 4, 6, 8, 10. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ബി എന്ന് പറയുന്നത് എക്സ് ഈസ് എ പോസിറ്റീവ് integer and x less than or equal to 10. അപ്പൊ നമുക്ക് ബിയിലെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാം. 2 വരുന്നുണ്ട്. 2 ഒരു ഈവൻ പോസിറ്റീവ് ഈവൻ ഇന്റീജർ ആണ്. ക്വസ്റ്റ്യൻ 2 ഒരു ഈവൻ ഇന്റീജർ ആണ്. അത് കഴിഞ്ഞ് 3 ഇല്ല, 4 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, പിന്നെ 8 ഉണ്ട്, പിന്നെ less than or equal to ആണ്. അതുകൊണ്ട് 10 ഉണ്ട്. അപ്പൊ ടോട്ടൽ ഈ രണ്ട് സെറ്റും എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. സോ എ ഈസ് ഈക്വൽ ടു ബി. രണ്ട് സെറ്റും ഈക്വൽ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇല്ല. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് that x is a multiple of 10. അതായത് അപ്പൊ എയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 10, 20, 30, 40 അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ബി എന്ന് പറയുന്നത് അതിൽ തന്നിട്ടുണ്ട് 10, 15, 20, 25, 13 അങ്ങനെ പോകും. ഇതിൽ ഓക്കെ, പക്ഷെ 15 എന്ന എലമെന്റ് എയിൽ ഇല്ല, 25 എന്ന എലമെന്റ് എയിൽ ഇല്ല. അതായത് 15 belongs to A but 15 does not belong to A but 15 belongs to B. So എയും ബിയും എന്തല്ല? ഈക്വൽ സെറ്റ് അല്ല. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനില് ആർ ദ ഫോളോയിങ് പെയർസ് ആർ ഈക്വൽ, ഗിവ് എ റീസൺ. രണ്ട് സെറ്റും ഈക്വൽ ആണോ അല്ല എന്നത് ആണ് ചോദിച്ചത്. എ എന്ന് പറയുന്നത് 2, 3 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് x such that x is a solution of x square plus 5x plus 6 is equal to 0. അപ്പൊ എ എന്ന സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ബി എന്ന സെറ്റിലെ എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് x square plus 5x plus 6 is equal to 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അത് സോൾവ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് x is equal to minus b plus or minus root of b square minus 4ac by 2a ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് സോൾവ് ചെയ്യാം. x square plus 3x plus 2x plus 6 is equal to 0. 6 എന്നതിന് നമുക്ക് 3 plus 5 എന്നതിനെ 3 plus 2 എന്നാക്കി എഴുതാം. 3 into 2 6 ആണ്. 3 plus 2 5 ആണ്. ഈ മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അങ്ങനെ യൂസ് ചെയ്താൽ എന്നിട്ട് ഇത് കോമൺ ആക്കി എടുക്കുന്നു. സോ x into x plus 3 plus here 2 into x plus 3 is equal to 0. x plus 3 കോമൺ ആണ്. സോ x plus 3 into x plus 2 is equal to 0. ഇനി
അപ്പൊ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു -3, എക്സ് -2. സോ ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? -3 ആൻഡ് -2. -2 ഇതാണ് ബി എന്ന സെറ്റിലെ എലമെന്റ്സ്. ഏതൊക്കെയായിരുന്നു? എ എന്ന എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? 2, 3. എ സെറ്റിലെ എലമെന്റ്സ് 2, 3 ആണ്. ഇത് രണ്ടും ഡിഫറന്റ് ആണ്. സോ എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ ലെറ്റർ ഓഫ് വേർഡ് ഫോളോ എന്ന ഇതിലെ ലെറ്റർ ആണ്. അതായത് എയിലെ എലമെന്റ്സിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ FOLW. ഓക്കെ, ഇതാണ് ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ ബി എന്ന സെറ്റ് അതില് Y ലെറ്റർ ഓഫ് വേർഡ് ഓഫ് വോൾഫ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് ആണ്. അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ അതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? WOLF. എയും ബിയും ഈക്വൽ അല്ലേ? W ഇവിടെയുണ്ട്, O സെറ്റിലുമുണ്ട്, L 2 സെറ്റിലുമുണ്ട്, F 2 സെറ്റിലുമുണ്ട്. അതുകൊണ്ട് ഈ 2 സെറ്റും ഈക്വൽ ആണ്. സോ A ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ സെറ്റ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്. എ എന്ന് പറയുന്നത് 2, 4, 8, 12. ഇതിന് ഈക്വൽ ആയ സെറ്റ് ഏതെങ്കിലും ഉണ്ടോ? അതിലില്ല. ബി എന്ന് പറയുന്നത് 1, 2, 3, 4. സി എന്ന് പറയുന്നത് 4, 8, 12, 14. ഡി എന്ന് പറയുന്നത് 3, 1, 4, 2. ഇതൊന്നും ഈക്വൽ അല്ല. ഇ എന്ന് പറയുന്നത് -1 to 1. എഫ് എന്ന് പറയുന്നത് 0, A. ജി എന്ന് പറയുന്നത് -1. ജി എന്ന് പറയുന്നത് 1, -1. എച്ച് എന്ന് പറയുന്നത് 0, 0, 1. ഇതില് നോക്കിയാൽ മനസ്സിലാകും ജിയും ഇയും ഈക്വൽ ആണ്. വേറെ ഏതെങ്കിലും സെറ്റ് ഈക്വൽ ആയതുണ്ടോ? ഡിയിലെയും ബിയിലെയും ഇതും ഈക്വൽ ആണ്. അതായത് ഇ ഈസ് ഈക്വൽ ടു ജി. കാരണം ഇതിൽ -1, -1, 1, 1 ഉണ്ട്. പിന്നുള്ളത് ബി ഈസ് ഈക്വൽ ടു ഡി. 1, 2, 3, 4. ഇവിടെയും 1, 2, 3, 4. സോ ഈ രണ്ട് സെറ്റും ആണ് ഈ തന്നതിൽ ഈക്വൽ ആയ സെറ്റ്. ബാക്കിയൊന്നും ഈക്വൽ സെറ്റ് അല്ല. സോ അങ്ങനെ നമ്മൾ എക്സർസൈസ് 1.2 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്താണ് സബ്സെറ്റ്? സബ്സെറ്റ് എന്ന് പറയുന്നത് if A is said to be subset of B if every element of A is also an element of B. ഓക്കെ, അതായത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് A belongs to A is subset of B. ഈ സിമ്പലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നൊട്ടേഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സബ്സെറ്റ് ഓഫ് എ എന്ന സബ്സെറ്റ് എന്നതിന് ഈ സിമ്പിൾ ഉപയോഗിക്കുന്നു.
ഇതിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ A is subset of B if A is an element of A, that implies A is an element of B also. അതായത് A ഒരു B എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ഏതൊക്കെ എലമെന്റ്സ് എയിലുണ്ടോ ആ എലമെന്റ്സ് ഒക്കെ ബിയിലും ഉണ്ടാകണം. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് A is equal to 1, 2, B is equal to 1, 2, 3. എയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 belongs to A, implies 1 belongs to B. നമുക്കറിയാം 1 എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. 2 ഉണ്ട്, 2 belongs to A, implies 2 belongs to B. So A is subset of B. A എന്താണ് ബിയുടെ സബ്സെറ്റ് ആണ്. ഇനി if A is not subset of B, then നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? A is not subset of B. ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കുറച്ച് എക്സാമ്പിൾസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതൊക്കെ സോൾവ് ചെയ്യുക. ഈ ടോപ്പിക്കിൽ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഓക്കെ, z എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സിന്റെ സെറ്റ് ആണ്. q എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഓക്കെ, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. r എന്ന് പറയുന്നത് t എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. r എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. q പിന്നുള്ളത് q എന്ന് പറയുന്നത് പിന്നെ ഒന്നും കൂടിയുണ്ട്, c എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഇതുണ്ട്. ഇത് സെറ്റ് ഓഫ് കോംപ്ലക്സ് ആൻഡ് റിയൽ നമ്പർ. അതായത് ഈ ലോകത്തുള്ള എല്ലാ നമ്പേഴ്സും ഈ സിയിൽ ബിലോങ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ സെറ്റ്. ഓക്കെ, നമുക്ക് ഈ നൊട്ടേഷൻസ് വളരെ ആവശ്യമുള്ളതാണ്. അത് എന്തായാലും പഠിക്കണം. നാച്ചുറൽ നമ്പർ ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇൻറ്റീജർ. കാരണം എല്ലാ നാച്ചുറൽ നമ്പർ എലമെന്റും സെറ്റിൽ അത് ഇൻറ്റീജറിൽ ഉണ്ട്. ഇൻറ്റീജർ ഈസ് സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. എല്ലാ റാഷണൽ നമ്പേഴ്സിലും ഇൻറ്റീജർ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് എന്താണ് സെറ്റ് എന്ന് ഇൻറ്റീജേഴ്സ് എന്താണ് റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. കാരണം റിയൽ നമ്പേഴ്സിൽ എല്ലാ റാഷണൽ നമ്പേഴ്സും ഉണ്ടാകും. ഓക്കെ, പക്ഷെ ക്യൂ എന്ന് പറയുന്നത് അതായത് റാഷണൽ നമ്പേഴ്സ് ഒരിക്കലും ഇറാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല. കാരണം ക്യൂ എന്ന് പറയുന്നത് റാഷണൽ, ടി എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒരിക്കലും ഇറാഷണൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പറും ഉണ്ടാവില്ല, റാഷണൽ നമ്പേഴ്സിൽ ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരൊരിക്കലും സബ്സെറ്റ് അല്ല. പക്ഷെ ഇറാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. കാരണം എല്ലാ ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിൽ ഉള്ള എലമെന്റ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇത്രയേ ഈ ടോപ്പിക്കിൽ ഇതൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക്
ഇന്റർവെൽസ് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഇന്റർവെൽ ഇഫ് എ ബി എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ് ആൻഡ് എ ലെസ് ദാൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് എന്റെയും ബിന്റെയും ഇടയിലുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്റെയും ബിന്റെ ഇടയിലുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്റെയും ബിന്റെയും ഇടയിലുള്ള നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരു പ്രോപ്പർ ആയ രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമുക്കറിയാം സെറ്റ് ബിൽഡർ മെത്തേഡ് വെച്ച് എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് ഇതിനെ വേറെ രീതിയിലും കൂടി റെപ്രസെന്റ് ചെയ്യാം. അതായത് എ ബി ക്ലോസ്. ഇതിനെ വിളിക്കുന്ന പേര് ഓപ്പൺ ഇന്റർവെൽ എന്നാണ്. എന്താണ് വിളിക്കുന്നത്? ഓപ്പൺ ഇന്റർവെൽ. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അതായത് ലെസ് ദാൻ സിമ്പിൾ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ സിമ്പിളിന് ഈക്വൽ അല്ലെങ്കിൽ ഒരു എന്റെയും ബിന്റെയും ഇടയിലുള്ള നമ്പർ ആണെങ്കിൽ എ ബി. ഓക്കെ, എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ബി ആണെങ്കിൽ ഈക്വൽ എന്ന സിമ്പിൾ കണ്ടാൽ ഇങ്ങനെ ഇതാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. അതായത് എ ബി ബിനേക്കാൾ ചെറുത്, ഇവിടെ ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. സോ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് എനേക്കാൾ വലുതും ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഇവിടെ ഈക്വൽ ആണ്, അതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ബിന് ഈക്വൽ ആവാം, സോ അതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മറക്കാതെ ഓർമ്മ ഉണ്ടാകണം. അങ്ങനെ പിന്നെ ഒരു 1 3 ആണെങ്കിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ 0 1 2 3 4 1 ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെറിയൊരു നോട്ട് ഷെയ്ഡഡ് സർക്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് 3 വരെ വരയ്ക്കുന്നു. ഈ നോട്ട് ഷെയ്ഡഡ് സർക്കിൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈക്വൽ അല്ലാന്ന് ഓപ്പൺ ബ്രാക്കറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് 1 3 ഇങ്ങനെ ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന രീതി നമ്മൾ ഷെയ്ഡ് ഡാർക്ക് ഡോട്ട് ഇടും, എന്നിട്ട് കണക്ട് ചെയ്യും. അതായത് അത് 1ഉം ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡാർക്കൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ തന്നെ സ്വയം വരച്ചു നോക്കൂ. 1 3 ഇതങ്ങനെ നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ നോക്കാം. 1 2 3 4 1 ഈക്വൽ ആണ്, സോ നമ്മൾ ഇവിടെ ഡാർക്ക് ഇതായിരിക്കും. 3ക്ക് ഈക്വൽ അല്ല, അതുകൊണ്ട് ഒരു ചെറിയ ഷെയ്ഡ് ചെയ്യാത്ത ഒരു വട്ടം വരയ്ക്കും, എന്നിട്ട് അത് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്താന്ന് മനസ്സിലാക്കാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ, അത് നമുക്കൊരു പ്രത്യേക സാഹചര്യങ്ങളിൽ പറയുന്നതാണ്. യൂണിവേഴ്സൽ സെറ്റിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇത് രണ്ടിനെയും പറ്റിയാണ് പറയുന്നതെങ്കിൽ, ഇത് രണ്ടുമാണ് മെയിൻ കോണ്ടക്ട് എങ്കിൽ
നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇന്റിജേഴ്സ് ആക്കിയെടുക്കാം. കാരണം ഈ 2 നമ്പേഴ്സും ഇന്റിജേഴ്സിൽ ബിലോങ് ടു ആണ്. ഇന്റിജേഴ്സിലെ ഈവൻ നമ്പേഴ്സിനെയും ഓഡ് നമ്പേഴ്സിനെയും പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആണ്. ഇനി റാഷണലും ഇറാഷണൽ നമ്പേഴ്സിനെയും പറ്റിയാണ് പറയുന്നതെങ്കിൽ അതിലെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഒരുപാട് മനസ്സിലാകും. ഇനി നമുക്ക് എക്സർസൈസ് 1.3 പോകാം. എക്സർസൈസ് 1.3 ഇത്രയും നേരം നമ്മൾ ഞാൻ പഠിപ്പിച്ച സാധനങ്ങൾ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ബ്രാക്കറ്റ് കറക്റ്റ് രീതിയിൽ ഫില്ല് ചെയ്യാനാണ്. 2, 3, 4 1, 2, 3, 4, 5 ഇത് ബിലോങ് ടു ഓർ നോട്ട് ബിലോങ് ടു ആണ്. ഈ 2 സിമ്പിൾസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിൽ 2 ഇതിലുണ്ട്, 3 ഇതിലെ എലമെന്റ് ആണ്, 4 ഇതിലെ എലമെന്റ് ആണ്. നമുക്ക് എന്ത് പറയാം? ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്. ഇത് സബ്സെറ്റ് ആണോ അല്ല എന്ന സിമ്പിൾ മാർക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി സി ഇതൊരു സെറ്റ്, ബി സി ഡി ഇതൊരു സെറ്റ്. ഇതിൽ എ ബി എന്ന എലമെന്റ് ഇതിലുണ്ട്, സി എന്ന എലമെന്റ് ഇതിലുണ്ട്, പക്ഷെ എ എന്ന എലമെന്റ് ഇതിലില്ല. സോ ഇതെന്താണ്? ഇതൊരിക്കലും ഇതിന്റെ ഈ സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ സബ്സെറ്റ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് X is a student of your school. എ എന്ന് പറയുന്നത് X സ്റ്റുഡന്റ് ഓഫ് യുവർ ക്ലാസ്. ബി എന്ന് പറയുന്നത് X സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ. എ എന്താണ്? ബിയുടെ സബ്സെറ്റ് ആണ്. കാരണം എന്താണ്? നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് അതെന്താണ്? സബ്സെറ്റ് ആണ്. അത് എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. X is a circle in the plane. എയില് എന്ന് പറയുന്നത് X is a circle in the plane. ബി എന്ന് പറയുന്നത് X is a circle in the same. അപ്പൊ നമുക്ക് ഇത് നോക്കാം. X ഒരു പ്ലെയിനിലെ എല്ലാ സർക്കിളിന്റെയും സെറ്റാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന സെറ്റിൽ എന്താണ്? 1 യൂണിറ്റ് റേഡിയസ് ഉള്ള എല്ലാ സർക്കിളിന്റെയും ഇതാണ്. ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാം. 2 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിള്, 2 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിള് എന്താണ്? എയിലെ ഇതാണ്, പക്ഷേ ബിയില് ഇല്ല. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിള്, 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിള് എയിലും ഉണ്ടാകും, ബിയിലും ഉണ്ടാകും. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റിയ എ എന്ന് ബിയുടെ സബ്സെറ്റ് അല്ല. പക്ഷെ അതേ സമയം ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. കാരണം 1 മീറ്റർ റേഡിയസ് ഉള്ള ആ പ്ലെയിനിലെ എല്ലാ സർക്കിൾസും ബിയിലുണ്ട്. അതേപോലെ ആ എല്ലാ സർക്കിൾസും എയിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. അതും കൂടി ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. X is a triangle in the plane. X എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലെ ട്രയാങ്കിൾ ആണ്. ബി എന്നതിൽ ഇത് പറയുന്നത് X is a rectangle in the
പ്ലെയിൻ. ഡെഫിനിറ്റ്ലി നമുക്കറിയാം എ ഒരിക്കലും ബിയുടെ സബ്സെറ്റ് അല്ല. കാരണം എ എന്ന സെറ്റിൽ ഉള്ളത് ഒരു പ്ലെയിനിലെ എല്ലാ ട്രയാങ്കിളുമാണ്. ബി എന്ന സെറ്റിലുള്ളത് ഒരു പ്ലെയിനിലെ എല്ലാ റെക്റ്റാങ്കിളുമാണ്. നമുക്കറിയാം റെക്റ്റാങ്കിളും ട്രയാങ്കിളും രണ്ടും ഡിഫറന്റ് ആണ്. അതൊരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഒരു എയിലെ ഒരു എലമെന്റ് ബിയിലും ഉണ്ടാവില്ല, ബിയിലെ ഒരു എലമെന്റ് എയിലും ഉണ്ടാകില്ല. അതുകൊണ്ട് അത് എന്താണ് ഒരിക്കലും അതിന്റെ സബ്സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാല് എ എന്നതിലെ ഇത് പറയുന്നത് എക്സ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ബി എന്ന് പറയുന്നത് എക്സ് ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ. അപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. കാരണം എന്താണ് എല്ലാ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, പക്ഷെ എല്ലാ ട്രയാങ്കിളും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, അത് ഓർമ്മ വേണം. ഓക്കെ, അതുകൊണ്ട് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് ഈവൻ നാച്ചുറൽ നമ്പർ ബി എന്ന് പറയുന്നത് ഇൻറ്റീജർ. ഡെഫിനിറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറൽ നമ്പർ ഈസ് സബ്സെറ്റ് ഓഫ് ഇൻറ്റീജർ. ഓക്കെ, അതുകൊണ്ട് ഡെഫിനിറ്റ്ലി എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെ ഒരു ഒന്നാമത്തെ എക്സസൈസ് 1.3 ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ത്രൂ ആണോ അല്ലേ എന്നതാണ്. ഓക്കെ, എ സബ്സെറ്റ് എ ബി. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് എ ബി നോട്ട് ബി സി എ. ഇത് ശരിയാണോ? എയിലെ എലമെന്റ് ഈ സെറ്റിലെ എ എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ട്, ബി എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ട്. അതുകൊണ്ട് ഇതെന്താണ് ഇതിന്റെ സബ്സെറ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് കൊടുത്തത്? ഈസ് നോട്ട് എ സബ്സെറ്റ് എന്നാണ് കൊടുത്തത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഈ സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ വവൽ ഇൻ ദ ആൽഫബറ്റ് ആണ്. അത് നമുക്ക് നോക്കാം. ഇതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഐ, എ, ഇ, ഒ, പിന്നെ യു. ഇതെന്താണ്? സബ്സെറ്റ് ആണ്. നമുക്കറിയാം എ എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ട്, ഇ എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഈ സെറ്റ് ഇതിന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ത്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോ 1 2 3 4 1 3 5 ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്. അല്ല, നമുക്കറിയാം 2 ഇതിലില്ലല്ലോ. അതുകൊണ്ട് ഇതെന്താണ്? ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സബ്സെറ്റ് ഇത് ഇതിന്റെ സബ്സെറ്റ് ആണോ? അതെ, ഈ സെറ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് എ ആണ്. ഇതിലുണ്ട്. ഡെഫിനിറ്റ്ലി ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ത്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പൽ എന്ന് പറയുന്നത് ബിലോങ് ടു ആണ്. ഓക്കെ, ഈ സിമ്പൽ എന്ന് പറയുന്നത് ബിലോങ് ടു ആണ്. നമുക്കറിയാം എ ബിലോങ് ടു ബി സി. റീസൺ എ ഈസ് എ എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ്. പക്ഷേ ഇത് does not belong to എ ബി സി. കാരണം എ is not an element of that set. ആ സെറ്റിലെ
ഒരു എലമെന്റ് അല്ല. അതുകൊണ്ട് ഇത് എന്ന് പറയുന്നത് ഇത് അത് ആവണമായിരുന്നെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണമായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമായിരുന്നെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണമായിരുന്നു. ഇത് ശരിയാണ്. പക്ഷേ ഇത് ശരിയാണ്. പക്ഷേ എ, ബി, സി ഇത് തെറ്റാണ്. സോ അതെന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കുക. ഈ ബിലോങ് ടു എന്ന സിംബൽ മാർക്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആ എലമെന്റ് ആ സെറ്റ് ആ എലമെന്റ് ആ സെറ്റിലെ ഒരു എലമെന്റ് ആണെങ്കിൽ മാത്രമേ അത് ഇങ്ങനെ ശരിയാവുകയുള്ളൂ. അതർവൈസ് അതെപ്പോഴും ഫാൾസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6 അതേതൊക്കെയാണ്? 1, 2, 3, 4, 5. 6നേക്കാൾ ചെറുതായ നാച്ചുറൽ നമ്പേഴ്സ്. ബി എന്ന് പറയുന്നത് അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ് 6 അതേതൊക്കെയാണ്? 1, 2, 3, 4. 36നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് 6, 9, 12, 18, 36. ഇത് ക്വസ്റ്റ്യനിൽ തന്നത് എ ബിയുടെ സബ്സെറ്റ് ആണ് എന്നതാണ്. അതൊരിക്കലും ശരിയല്ല. കാരണം 5 ഇതിൽ ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. 2ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ എ എന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതിലെ എലമെന്റ് എന്ന് പറയുന്നത് 1, 2, 3 ഇങ്ങനെ ഒരു എലമെന്റും പിന്നെ 5 ഇതാണ് അതിലെ എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ഓർ ട്രൂ എന്നതാണ് ചോദിച്ചത്. ഒന്നാമത് 3, 4 is a subset of A. ഇത് ശരിയാണ്. 3, 4 subset of A ആണ്. 3 എന്ന എലമെന്റ് ഇതിലില്ല. ഇത് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഈ സെറ്റിലെ എലമെന്റ്സ് അതായത് ഈ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 3ഉം 3ഉം 4ഉം ആണ്. അത് എ എന്ന് പറയുന്ന സെറ്റിലുണ്ടോ? ഇല്ല. ഈ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4. ഇത് ടോട്ടലി ഒരൊറ്റ എലമെന്റ് ആണ്. 1 എലമെന്റ് ആണ്. പിന്നെ ഉള്ളത് 5 ആണ്. സോ 3, 4ഉം എയിൽ ഇല്ല. സോ ഇതെന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഓക്കെ. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3, 4 ഈ എലമെന്റ് എയിൽ ഉണ്ട്. കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം ഇതിലൊരു എലമെന്റ് 3 ഇതിലെ ഒരു എലമെന്റ് ആണ്. സോ ഇതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ അത് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ബിലോങ് ടു എന്ന് കണ്ടാൽ ആ എലമെന്റ് ഈ സെറ്റിലുണ്ടോ എന്ന് നോക്കുക. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെന്റ് ഈ സെറ്റിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. അതാണ് രണ്ടും നോക്കേണ്ടത്. കാരണം ഈ സെറ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് 3, 4 ആണ്. അത് ഇതിലുണ്ടോ? ഇല്ല. കാരണം ഇതിൽ 3, 4 സെറ്റ് ആണ് ഒരു എലമെന്റ് ആയിട്ടുള്ളത്. എന്നാൽ ഇവിടെ 3, 4 സെറ്റ് ഏലും ഒരു എലമെന്റ് ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞത്. അതെ. ഇവിടെ 3, 4 സെറ്റ് അതിലെ ഒരു എലമെന്റ് ആണ്. 3ാമത്തേത് is a subset of A. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ 3, 4 എന്ന സെറ്റ് ഇതിലെ എലമെന്റ് എന്താണ്? 3, 4 എന്ന സെറ്റ് ആണ് ഇതിലെ എലമെന്റ്. അത് ഈ എയിൽ ഉണ്ടോ? ട്രൂ ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. അതുകൊണ്ട് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ. 1 is element of A.
1 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണോ? 1 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണോ? അതെ, 1 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് 5. 1 എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതെന്താണ്? അത് ഫാൾസ് ആണ്. 1 എന്ന് പറയുന്നത് ഒരു സെറ്റ് അല്ല, അതുകൊണ്ട് അത് ഫാൾസ് ആണ്. കാരണം ഒരിക്കലും ഒരു എലമെന്റിന് എന്താണ് ഇതിന്റെ സബ്സെറ്റ് ആകാൻ കഴിയില്ല. റീസൺ അത് നോട്ട് ചെയ്ത് വെച്ചോ. ഒരിക്കലും ഒരു എലമെന്റിന് whenever you want, you can close the session, right? Hello? I'm saying whenever you want, you can close the session. It's up to you. Okay. Are you getting my point? I have to close session, right? No. Yeah. It's up to you. Can you repeat one more? I'm saying if you want, you can close the session whenever you want. Okay, I will close the session after solving this exercise 1.3. Okay. Thank you. Because I think sorry, then can I? Okay. I am closing this session now. I will You can continue complete question number 3. You can complete, then you can close. Okay. After Okay, thank you. question Okay, number 3. I will close After question number 3. Okay. I got the point. Okay. Okay. So ഈ പോയിന്റ് ഓർത്തേക്ക്. ഒരിക്കലും ഒരു എലമെന്റിന് അതിന്റെ സെറ്റിന്റെ സബ്സെറ്റ് ആകാൻ കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ 1, 2, 5 is a subset of A. നമുക്ക് നോക്കാം. 1, 2, 3. 1, 2, 5 ആണ് ഇതിലെ എലമെന്റ്സ്. അത് 1 ഇതിലുണ്ട്, 2 ഇതിലുണ്ട്, 5 എയിൽ ഉണ്ട്. അതായത് ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യനില് 1, 2, 5 A. ഇത് ബിലോങ്സ് ടു എ. 1, 2, 5 എന്ന എലമെന്റ് എയിൽ ഇല്ല. കാരണം അതിലുള്ളത് 3, 4 എന്ന സെറ്റാണ് എയിലുള്ളത്. എന്നാൽ 1, 2, 5 എന്ന സെറ്റ് എയിലെ ഒരു എലമെന്റ് അല്ല. അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1, 2, 3. 1, 2, 3 ഇത് ഇതിന്റെ സബ്സെറ്റ് ആണോ എന്നതാണ് ചോദിച്ചത്. പക്ഷെ ഇത് ഇൻകറക്റ്റ് ആണ്. എന്താന്ന് വെച്ചാൽ 3 is not 3 എയിലെ ഒരു എലമെന്റ് അല്ല. കാരണം നമുക്കറിയാം 3 ഇതിലെ ഒരു എലമെന്റ് അല്ല. 3, 4 എന്ന സെറ്റ് ആണ് ഇതിലെ ഒരു എലമെന്റ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ഒമ്പതാമത്തത് 5 is an element of A. 5 എന്ന് പറഞ്ഞാൽ അതായത് empty set is an element of A. A എന്ന സെറ്റിൽ empty set ഉണ്ടോ? ഇല്ല. A എന്ന സെറ്റിൽ empty set അതിലില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്
ആണ്. ഓക്കെ. പക്ഷെ ഫൈ എന്ന സെറ്റ് നമുക്കറിയാം ഫോർ ഓൾ സെറ്റ് ഫൈ എന്താണ് അതിന്റെ പ്രോപ്പർ സെറ്റാണ്. ഇതാണ് കറക്റ്റ്. പക്ഷെ ഇത് സ്റ്റേറ്റ്മെന്റിൽ റോങ് ആണ്. ഓക്കെ. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അത് ട്രൂ ആണ്. കാരണം ഇത് നോട്ട് ചെയ്യുക. ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫൈ എന്ന് പറയുന്നത്, അതായത് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്, ഫൈ ഓർ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അതൊരിക്കലും മറക്കരുത്. അടുത്തത് 11ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ഇതിന്റെ സബ്സെറ്റ് ആണ്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ എന്നതാണ്. എംപ്റ്റി സെറ്റ് എയിലുണ്ടോ? എംപ്റ്റി സെറ്റ് എയിലെ ഒരു എലമെന്റ് അല്ല. കാരണം തന്നതിൽ നമുക്ക് നോക്കാം. എംപ്റ്റി സെറ്റ് ഇതില് ഇല്ല. ഇതില് 1 2 3 4 എന്ന സെറ്റ് 5. ഇതിലാണ് ഇതിലെ എലമെന്റ്സ്. അതുകൊണ്ട് ഫൈ, അതായത് എന്താണ് ഇത് എ എന്ന് പറയുന്ന എംപ്റ്റി സെറ്റ് എന്റെ എലമെന്റ് അല്ല. അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ 1.3 എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ 3 വരെ സോൾവ് ചെയ്തു. ഓക്കെ. ക്വസ്റ്റ്യൻ 3 വരെ നമ്മൾ സോൾവ് ചെയ്തു. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്യും. സോ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. Okay. So now I'm closing my session.